ഇന്ത്യയുടെ സമുദ്ര കവാടമായ വിഴിഞ്ഞം തുറമുഖം പ്രവർത്തനമാരംഭിച്ച് വെറും 2 വർഷത്തിനുള്ളിൽ 1000 കപ്പലുകളെ വരവേറ്റ് പുതുചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നു. നമസ്കാരം, ഞാൻ ജാസ്മിൻ. വെറും 2 വർഷത്തിനുള്ളിൽ രാജ്യത്തിന്റെ സമുദ്ര വാണിജ്യ രംഗത്ത് ശക്തമായ സാന്നിധ്യമായി മാറിയ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മറ്റൊരു ചരിത്ര നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ്. തുറമുഖത്ത് ബെർത്ത് ചെയ്യുന്ന കപ്പലുകളുടെ എണ്ണം 1000-ലെത്തിയിരിക്കുന്നു. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ കൂറ്റൻ മദർഷിപ്പായ MSC ലൂസിയാന ഇക്കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്തെത്തിയതോടെയാണ് ഈ നാഴികക്കല്ല് തുറമുഖം പിന്നിട്ടത്. ഒരു തുറമുഖത്തിന്റെ വളർച്ച വിലയിരുത്താൻ കപ്പലുകളുടെ എണ്ണവും ചരക്ക് കൈകാര്യം ചെയ്യുന്ന ശേഷിയും പ്രധാന മാനദണ്ഡങ്ങളാണ്. ആ കണക്കിൽ നോക്കുമ്പോൾ വിഴിഞ്ഞത്തിന്റെ വളർച്ച അതിവേഗവും ശ്രദ്ധേയവുമാണ്. പ്രവർത്തനം ആരംഭിച്ച് 2 വർഷം തികയുന്നതിന് മുമ്പ് തന്നെ 1000 കപ്പലുകൾ തുറമുഖത്തെത്തി എന്നത് രാജ്യത്തെ മറ്റ് തുറമുഖങ്ങൾക്ക് എളുപ്പത്തിൽ കൈവരിക്കാൻ കഴിയാത്ത നേട്ടമായാണ് വിലയിരുത്തപ്പെടുന്നത്. 2024 ജൂൺ 13-നാണ് ആദ്യ കപ്പലായ സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടത്. അന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച പ്രവർത്തനങ്ങൾ പിന്നീട് അതിവേഗം വികസിച്ചു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ലോകത്തിലെ പ്രമുഖ ഷിപ്പിംഗ് കമ്പനികളുടെ സ്ഥിരം ലക്ഷ്യസ്ഥാനമായി വിഴിഞ്ഞം മാറി. 2024 ജൂൺ 11-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗികമായി രാജ്യത്തിന് സമർപ്പിച്ച തുറമുഖം ഇന്ന് ഇന്ത്യയുടെ സമുദ്ര വാണിജ്യ ഭൂപടത്തിൽ നിർണായക സ്ഥാനമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ചരക്ക് കൈമാറ്റത്തിനും അന്താരാഷ്ട്ര ട്രാൻസ്ഷിപ്മെന്റ് പ്രവർത്തനങ്ങൾക്കും അനുയോജ്യമായ ഭൗമശാസ്ത്ര സ്ഥാനം വിഴിഞ്ഞത്തിന് വലിയ മുൻതൂക്കമാണ് നൽകുന്നത്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കിഴക്കു പടിഞ്ഞാറ് അന്താരാഷ്ട്ര കപ്പൽപാതയ്ക്ക് സമീപമാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ തന്നെ കപ്പലുകൾക്ക് വഴിമാറി വലിയ ദൂരം സഞ്ചരിക്കാതെ തുറമുഖത്ത് എത്താനാകുമെന്നത് വലിയ നേട്ടം തന്നെയാണ്. ഈ പ്രത്യേകതയാണ് ആഗോള ഷിപ്പിംഗ് കമ്പനികളെ വിഴിഞ്ഞത്തേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്ന്. സ്വാഭാവിക ആഴക്കടൽ സൗകര്യവും വിഴിഞ്ഞത്തിന്റെ ഏറ്റവും വലിയ ശക്തിയാണ്. മറ്റു പല തുറമുഖങ്ങൾക്കും വലിയ കപ്പലുകളെ സ്വീകരിക്കാൻ നിരന്തര ഡ്രഡ്ജിംഗ് ആവശ്യമായിരിക്കുമ്പോൾ വിഴിഞ്ഞത്ത് 20 മീറ്ററിലേറെ സ്വാഭാവിക ആഴമുള്ള കടൽ ഭാഗമാണുള്ളത്. ഇതോടെ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകൾക്കും ഇവിടെ സുരക്ഷിതമായി നങ്കൂരമിടാൻ കഴിയുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകളിലൊന്നായ MSC ഐറീന വിഴിഞ്ഞത്തെത്തിയതും അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയിരുന്നു. 24,000-ലധികം കണ്ടെയ്നറുകൾ വഹിക്കാൻ ശേഷിയുള്ള ഇത്തരം കപ്പലുകളുടെ വരവ് വിഴിഞ്ഞത്തിന്റെ സാങ്കേതിക മികവും അടിസ്ഥാന സൗകര്യങ്ങളും തെളിയിക്കുന്നു. ദക്ഷിണേന്ത്യയിലെ ചരക്ക് കൈകാര്യം ചെയ്യുന്ന പ്രധാന തുറമുഖങ്ങളിലൊന്നായി മാറിയ വിഴിഞ്ഞം ഇന്ന് ട്രാൻസ്ഷിപ്മെന്റ് രംഗത്തും മുന്നേറുകയാണ്. മുമ്പ് ഇന്ത്യയിലേക്കുള്ള ചരക്കുകളുടെ വലിയൊരു പങ്ക് വിദേശ തുറമുഖങ്ങളായ കൊളംബോ, സിംഗപ്പൂർ, ദുബായ് തുടങ്ങിയ കേന്ദ്രങ്ങളിലൂടെയാണ് കൈകാര്യം ചെയ്യപ്പെട്ടിരുന്നത്. എന്നാൽ വിഴിഞ്ഞത്തിന്റെ പ്രവർത്തനം ശക്തമായതോടെ ആ ചരക്കുകളുടെ ഒരു ഭാഗം ഇന്ത്യക്കുള്ളിൽ തന്നെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുകയാണ്. ഇത് രാജ്യത്തിന് വിദേശ നാണയ ലാഭം മാത്രമല്ല, ചരക്ക് ഗതാഗത സമയത്തിലും ഗണ്യമായ കുറവ് വരുത്തുന്നുണ്ട്. ദീർഘകാലാടിസ്ഥാനത്തിൽ ഇന്ത്യയെ ഒരു പ്രധാന സമുദ്ര വാണിജ്യ കേന്ദ്രമാക്കി മാറ്റാനുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ലക്ഷ്യത്തിൽ വിഴിഞ്ഞം നിർണായക പങ്ക് വഹിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നിലവിൽ തുറമുഖത്തിന്റെ 2ാം ഘട്ട വികസന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണ്. കൂടുതൽ ബെർത്തുകൾ, കണ്ടെയ്നർ യാർഡുകൾ, ആധുനിക ലോജിസ്റ്റിക് സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതികളാണ് യാഥാർത്ഥ്യമാക്കുന്നത്. റോഡ്, റെയിൽ കണക്ടിവിറ്റി മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളും വിവിധ ഘട്ടങ്ങളിലായി തുടരുകയാണ്. റോഡ് മാർഗമുള്ള വ്യാപാര ചരക്ക് നീക്കം പൂർണ്ണതോതിൽ ആരംഭിക്കുന്നതോടെ കേരളത്തിന്റെ വ്യവസായ വാണിജ്യ മേഖലകൾക്കും വിഴിഞ്ഞം തുറമുഖത്തിലൂടെ വലിയ ഗുണം ലഭിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നേരിട്ടുള്ള ചരക്ക് നീക്കം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് പുതിയ ഊർജം പകരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ആദ്യ കപ്പലിൽ നിന്ന് 1000 കപ്പലുകളിലേക്കുള്ള യാത്ര വെറും 700 ദിവസത്തിനുള്ളിലാണ് വിഴിഞ്ഞം പൂർത്തിയാക്കിയിരിക്കുന്നത്. MSC ലൂസിയാന തുറമുഖത്ത് നങ്കൂരമിട്ടതോടെ അത് ഒരു കപ്പലിന്റെ വരവ് മാത്രമായല്ല അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയുടെ സമുദ്ര വാണിജ്യ സ്വപ്നങ്ങൾക്ക് ലഭിക്കുന്ന വലിയ അംഗീകാരമായത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. വാർത്തയുടെ നിറം തേടി തനിനിറം.